എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് നോമ്പ് തുറക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. നമ്മളിത് ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിലും ഒട്ടും തന്നെ ഇത് ഓയിലൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ കമീറ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഫില്ലിങ്ങിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 300 ഗ്രാമോളം ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകിയതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സോയാ സോസിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പങ്ങ് ഒരുപാടങ്ങ് കൂടിപ്പോവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു കോഴിമുട്ടയാണ്. അപ്പോൾ മുട്ടയും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഒരു ചിക്കനിൽ മസാലയൊക്കെ ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിൽ ആ ഒരു മസാലയൊക്കെ ഒരു ചിക്കനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കമീറ ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ഒരു മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 കപ്പ് അളവിൽ മൈദ മാവ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ തരിയായിട്ടുള്ള ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിലോ പഞ്ചസാരയും ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു മിക്സ് വേണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് ചെറു ചൂടുള്ള പാലിലാണ് കേട്ടോ. അപ്പോൾ ചെറു ചൂട് പാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. ആ ഒരു ബ്രെഡ് നമുക്ക് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പാലിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് ആക്കി ഒരു മാവ് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നന്നായിട്ടൊന്ന് കൈ കഴുകിയതിന് ശേഷം 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കപ്പോളം പാലാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി ഇതുപോലെ മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നനഞ്ഞൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്ക് ഈ ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു മാവ് ഇതിൻ്റെ ഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് പൊങ്ങി വരുന്നതിന് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു ചിക്കൻ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ അങ്ങ് എടുക്കാവുന്നതാണ്. ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതങ്ങ് എടുത്തേക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തീരെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടെ നമുക്ക് ഈ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു മീഡിയം വലിപ്പമുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സവാളയാണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും ഒരുപാടങ്ങ് വഴണ്ടൊന്നും പോവരുത്, ചെറിയതായിട്ട് നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും സ്പ്രിംഗ് ഓനിയൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ടീസ്പൂണോളം ചില്ലി സോസാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ, 1 മിനിറ്റോളം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 1 മിനിറ്റോളം ഇതുപോലെ ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ ഇത്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവ 3 കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും ഇതിനകത്ത് കിടന്ന് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്താണ്. സോയാ സോസിൽ ഉപ്പുള്ളതായതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചിക്കനും ഇതിനകത്ത് കിടന്ന് നല്ല പോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. എരിവ് ഉപ്പും ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക കേട്ടോ, വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ പൊങ്ങി നല്ല ഡബിളായിട്ട് നമുക്ക് മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ചും കൂടി മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദ നമുക്ക് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഒരു മാവ് നമ്മൾ 1 മിനിറ്റോളം ഇതുപോലെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയം നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ചെറിയതായിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഉരുട്ടിയിട്ട് എടുക്കുന്നത്. ഇതിലും ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ഇതുപോലെ മാവെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. എന്നിട്ട് ചെറിയതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മാവെല്ലാം ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടി കൈ കൊണ്ട് ചെറിയതായിട്ട് പ്രസ് ചെയ്ത് ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാവിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞൊരു തുണിയോ അല്ലെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കുക. ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു മാവ് ഒന്ന് പൊങ്ങി കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 കോഴിമുട്ടയാണ്. ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നമ്മൾ 1 എണ്ണം മാത്രം എടുത്താൽ മതി. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയെ നല്ല പോലെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഒരു മാവ് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഓരോ മാവ് ഇതുപോലെ എടുത്തിട്ട് ആദ്യം നമുക്കൊരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഇതിൽ നല്ല പോലെ തന്നെ ഒരു ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ ഓരോ മാവ് എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കുക. അതിനുശേഷം നല്ല പോലെ തന്നെ ബ്രെഡ് ക്രംസ് ഒന്നാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് എല്ലാം തന്നെ ഞാനൊരു മുട്ടയിൽ മുക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇതുപോലൊരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും ആ ഒരു ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. തീ കൂട്ടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്താൽ പുറമേ നമുക്ക് മുരിഞ്ഞ് കിട്ടും, പക്ഷെ ഉൾഭാഗം നമുക്ക് ഒട്ടും തന്നെ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് എല്ലാം തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മയോണൈസ് ആണ്. ഈ ഒരു ബ്രെഡിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു മയോണൈസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 2-2.5 ടീസ്പൂണോളം ഒരു ഫില്ലിംഗ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ. ഓരോ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആദ്യം നമ്മളൊരു മയോണൈസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ബ്രെഡും അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു മയോണൈസ് വെച്ചതിന് ശേഷം ഞാൻ ആ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചില്ലി ചിക്കൻ കമീറ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ. എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഇതുവരെയായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.